അതുപോലെ എൻ്റെ മക്കളുടെ വിവാഹപ്രായമായി. മകൻ്റെ വിവാഹമായപ്പോൾ കർത്താവ് പറഞ്ഞു, ഇൻവൈറ്റേഷൻ കാർഡ് അടിക്കാതെ ഇൻറ്റിമേഷൻ കാർഡ് എല്ലാവരെയും അറിയിക്കുക മാത്രം. കല്യാണത്തിന് ഒരു സദ്യയും പാടില്ല. അതുപോലെ ഡൗറിയൊന്നും മേടിക്കരുത്. ഒരു പ്രാർത്ഥനാ യോഗമായി അത് നടത്തണം. ഒരു മകനേ ഉള്ളൂ. ഇവിടെ കൽപ്പറ്റ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിവാഹത്തിൻ്റെ ആലോചനയൊക്കെ വന്നു. ഞാൻ ജമ്മു കാശ്മീരിൽ നിന്ന് കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ പിതാവ് വിറകെല്ലാം സദ്യ നടത്താനായിട്ട് വിറകെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു എൻ്റെ കൊച്ചുമകൻ്റെ വിവാഹം ഞാൻ നടത്തിച്ചാലോ? ഞാൻ പറഞ്ഞു ഒരു ആഹാര ക്രമീകരണവും പാടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവിന് വളരെ വിഷമമായി. എൻ്റെ കൊച്ചുമകൻ്റെ കല്യാണം നടത്താനുള്ള ചിലവ് നീ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ചിലവൊന്നും ചെയ്യാനല്ല, ദൈവം അനുവദിച്ചിട്ടില്ല. ഒരു റിസപ്ഷനും നടത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. അപ്പച്ചന് ദുഃഖമുണ്ടായി. വിറകെല്ലാം വെച്ചു. അപ്പച്ചൻ കുറച്ച് സാധനങ്ങളൊക്കെ ക്രമീകരിച്ചത്. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ഒരുത്തരെയും കൂടി വിളിക്കാൻ അനുവാദമില്ല. രാവിലെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാം പോകുന്നതിന് ഓരോ കപ്പ് ചായ കുടിച്ചിട്ട് പോയി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവരും. ഉദംപൂരിൽ ചെന്നിട്ടും ഒരു റിസപ്ഷനും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെ തന്നെ ചെയ്യുവാനിടയായി. പിന്നെ മകളുടെ വിവാഹം കർത്താവ് പറഞ്ഞ പ്രാർത്ഥന പോലെ ഞങ്ങളുടെ അത് ഉദംപൂരിൽ വെച്ചാണ്. കൂട്ടു സഹോദരന്മാർ എത്ര പേര് വളരെ, എൻ്റെ സഹോദരി ചാണ്ടിഗറിലുണ്ട്. ചാണ്ടിഗർ വളരെ റിക്വസ്റ്റ് ചെയ്തു, ഞാൻ വിവാഹത്തിന് വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു പാടില്ല. അതും ഒരു 10-18 പേരെ വിളിച്ച് അവിടുത്തെ ലോക്കൽ പാസ്റ്ററെ കൊണ്ട് വിവാഹം നടത്തി, ഒരു പ്രാർത്ഥനയായിട്ട് നടത്തി. അപ്പോൾ എൻ്റെ മകൾക്ക് അല്പം വിഷമം തോന്നി. എൻ്റെ മകൾ പപ്പ ഇങ്ങനെ ചെയ്യുന്നതിൽ വിഷമമാണ്. ഞാനന്ന് ജമ്മുവിൽ പ്രവർത്തിക്കുകയാണ്. ഉദംപൂരിലേക്ക് ആ വിവാഹ സമയത്താണ് ഞാൻ പറഞ്ഞ മകളെ, യു ആർ ഓൺ ദി ആൾട്ടർ ഓഫ് ഗാഡ്. നീ ദൈവത്തിൻ്റെ ബലിപീഠത്തിലിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കർത്താവ് പറയുന്ന അല്ലാതെ ഒന്നും ചെയ്യാനൊക്കുകയില്ല. എൻ്റെ സഹോദരി 10,000 രൂപ അയച്ചു മകളുടെ. അതിൽ നിന്ന് വസ്ത്രത്തിനും വിവാഹ വസ്ത്രത്തിനും ആഹാരത്തിനെല്ലാം കൂടെ 4,100 രൂപ ചിലവായി. മുഴുവൻ ചിലവും കൂടെ 4,100 രൂപ. ബാക്കി പണം ഒരു ബ്രാഹ്മണ സഹോദരൻ്റെ വിവാഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ചെലവിടാനിടയാക്കി. ഒരു പ്രാർത്ഥന പോലെ മാത്രം നടത്തിയപ്പോൾ നാം ചെയ്യുന്ന. അതുകൂടാതെ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ കേരളത്തിൽ നിലമ്പൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മരുമകനായിരുന്നു തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് എൻ്റെ ശബ്ദം ഞാൻ കേട്ടു. കർത്താവ് പറഞ്ഞു, മരണം, നീ മരണത്തിന് വേണ്ടി. ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ ഒരുക്കമാണ്, ഞാൻ രോഗശാന്തി കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന ആരോഗ്യവാനായിരുന്ന കർത്താവ് പറഞ്ഞു, ഈ നിൻ്റെ മരുമകൻ മരിക്കുവാൻ പോവുകയാണ്. മരിക്കുന്നതിന് 45 ദിവസം മുൻപ് ആണ് കർത്താവ് പറയുന്നത്. ഞാൻ പറഞ്ഞു സ്തോത്രം കർത്താവ്. അപ്പോൾ എൻ്റെ മകൾക്ക് വിവാഹം കഴിഞ്ഞ് 22 വയസ്സേ ഉള്ളൂ. ആ 45 ദിവസത്തിൽ അവനെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയതല്ലാതെ ഒരു പ്രാവശ്യം പോലും കർത്താവിനെ സൗഖ്യമാക്കണമെന്ന് ഒരൊറ്റ വാക്കുപോലും പ്രാർത്ഥിച്ചില്ല. ചിലർ കർത്താവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞു പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു സഹോദരന്മാരെ, നിങ്ങൾ പോകുകയും കർത്താവിൻ്റെ യാഗപീഠത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. 45-ാമത്തെ ദിവസം കർത്താവ് അവനെ വിളിക്കുകയും ചെയ്യും. കർത്താവ് ഇത് പറഞ്ഞില്ലേ 45 ദിവസം കഴിഞ്ഞു മരിക്കുമെന്നില്ല. ഞാൻ ആ സമയത്ത് ആന്ധ്രയിലാണ്. ഞാൻ കേരളത്തിൽ നിന്ന് ആന്ധ്രയിൽ പോയി. ആന്ധ്രയിൽ ചെല്ലുമ്പോൾ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അതിൻ്റെ ഭാര്യയും മകനെയും കൂടെ അവിടെ വിട്ടിരുന്നു. കേരളത്തിൽ നെല്ലിമല വിട്ടിരുന്നു. അവരപ്പോൾ മരുന്ന് ഉപയോഗിക്കാത്തതിനാൽ വലിയ ബഹളമൊക്കെ ഉണ്ടായി. അവരുടെ വീട്ടുകാരൊക്കെ വന്നു. ഒടുവിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ കുമ്മനാട്ടുള്ള ആ മല്ലരെല്ലാം കൂടെ ഒരു ജാഥയായിട്ട് വന്ന് അവൻ്റെ ശവശരീരം എടുത്തുകൊണ്ടുപോയി. ബൈ ഫോഴ്സിൽ എടുത്തുകൊണ്ടുപോയി. ജാഥയായിട്ട് 500 പേര് ജാഥയായിട്ട് എടുത്തുകൊണ്ടുപോയി. 8 ദിവസം അവൻ്റെ ശവശരീരം അവരവിടെ വെച്ചിരുന്നു. അവരുടെ ബന്ധുക്കാരെല്ലാം കൂടെ കുമ്പനാട്ട് അവർ മോർച്ചയിൽ വെച്ച് ശവശരീരം കൊടുക്കുകയില്ല, ഈ യൗവനക്കാരനെ നിങ്ങൾ കൊന്നതാണ് എന്ന് പറഞ്ഞ് അവരുടെ ബന്ധുക്കാരും പെന്തക്കോസുകാരെല്ലാം കൂടെ കൂടി. അപ്പോഴും അവൻ മരിക്കുന്ന ആ ദിവസവും ആന്ധ്രയിൽ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പാസ്റ്റർ ആന്ധ്രയിലുള്ള യേശുരത്നം എന്ന സഭയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 8 മണിക്ക് അവിടെ ഒരു കുശുകുശു പോലൊരു ശബ്ദം
അവരങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ടെലഫോണിൽ ഏതോ മെസ്സേജ് വന്നാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു മകൻ മരിച്ചു പോയോ എന്ന് പറഞ്ഞ് മരിച്ചു പോയെന്ന് പറഞ്ഞു. ഉടനെ ആ യോഗം നമുക്ക് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും കൈ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. 10:30 മണി വരെ ആ യോഗത്തിന് നല്ല ശക്തിയോടെ പ്രസംഗിപ്പാൻ കർത്താവ് ഇടയാക്കി. അവർ വിചാരിച്ചു മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ കരയുകയോ പ്രസംഗിക്കാതിരിക്കുകയോ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സന്തോഷം അവരോട് ഇതെന്താണ്? ഞാൻ പറഞ്ഞു, ബലിപീഠത്തിൽ വെച്ചതാണ്, ബലിപീഠത്തിൽ വെച്ചതാണ്, അറുത്ത് ഖണ്ഡം ഖണ്ഡമായി മുറുക്കി വെച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ ഇത്ര കോടി ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, കേരളത്തിലെ ഇത്ര കോടി ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് അത് അംഗീകരിച്ച് അതിൻ്റെ മേൽ അഗ്നി അയക്കും. അതുകൊണ്ട് ഇത് വെറും ഞാൻ 1-2 സംഭവങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ ഭാര്യയുടെ കാര്യത്തിലും കർത്താവ് അബ്രഹാമിൻ്റെ നാം വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു നോക്കി. നിന്റെ ഏകജനായ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജനായ പുത്രനെ എനിക്ക് യാഗമായി അർപ്പിക്കുക. അബ്രഹാം ഒന്നും ചോദിക്കാതെ യാഗമായി അർപ്പിച്ചു. അതുപോലെ നാം ഖണ്ഡം ഖണ്ഡമായി മുറിക്കുമ്പോൾ ഭാര്യയായാലും പിതാവായാലും മക്കളായാലും, കർത്താവേ, നീ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നിന്നെ തന്നെ യാഗമായി അർപ്പിച്ചപ്പോൾ എനിക്കുള്ളതെല്ലാം നിന്റെ ബലിപീഠത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പൂർണ്ണമായി വയ്ക്കുവാൻ നമ്മൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കർത്താവ് മാനിക്കുകയും അതിന് സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ നൽകുകയും ചെയ്യും. ഞാനിതെല്ലാം ചെയ്തത് എൻ്റെ പ്രതിഷ്ഠയുടെ ബലം കൊണ്ടല്ല, കർത്താവ് വല്ല വിധത്തിലും വചനപ്രകാരം ജീവിപ്പാൻ അയോഗ്യനാകുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൃപയില്ലെങ്കിൽ എനിക്ക് കഴിയുകയില്ല കർത്താവേ എന്ന് കരഞ്ഞുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ കർത്താവിനോട് എപ്പോഴും കൃപയ്ക്ക് വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ സഹിപ്പാൻ കർത്താവ് കൃപ നൽകിയത്. കർത്താവിൻ്റെ കൃപയില്ലാതിരുന്നെങ്കിൽ, എൻ്റെ സമർപ്പണത്തിൻ്റെ ബലമായിരുന്നെങ്കിൽ പിറ്റേ ദിവസം തന്നെ തെറ്റിപ്പോകുമായിരുന്നു. യൂദായുടെ പുസ്തകത്തിൽ യൂദായിലെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യൂദായുടെ ലേഖനത്തിൽ 24-ാം വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവ്വകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും നിർത്തുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. എനിക്ക് ബലമില്ല, എൻ്റെ കരം പിടിച്ചെന്നെ നടത്തണമേ. എനിക്ക് നടക്കുവാൻ കഴിവില്ല, എന്നെ നടത്തണമേ എന്ന് നാം നിർമ്മല ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ അവൻ നമ്മെ നടത്തും. ഞാൻ നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം വീണു പോകും, അടുത്ത മണിക്കൂറിൽ വീണു പോകും. കർത്താവ്, എനിക്ക് ബലമില്ല, എൻ്റെ കരം പിടിച്ച് നടത്തണമേ എന്ന് ഹൃദയംഗമായി തകർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെ നടത്തും. ഏതെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഞാൻ പറയുന്നത് മരുന്ന് ഉപയോഗിക്കരുതെന്ന് എന്നുള്ളതൊരു ഉപദേശം ഞാൻ പറയാം. ചോദ്യം മനസ്സിലായി. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളുടെ കൂടെ കൂട്ടുവേലക്കാരായ സഹോദരന്മാർ, ഞങ്ങളുടെ കാര്യം അങ്ങ് പറയാമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഏതെങ്കിലും സഹോദരന് വേദന സഹിക്കാൻ പ്രയാസമാകുന്നു, ഉടനെ ഞാൻ ആ സഹോദരനെ എന്ത് ചെയ്യും? ഞാൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഒരു സഹോദരന് വേദന സഹിക്കാൻ പ്രയാസം, വലിയ വിഷമം വരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആ സഹോദരന് കൃപ ലഭിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ തന്നെ ആ സഹോദരൻ എന്ത് ചെയ്യും? ആശുപത്രിയിൽ കൊണ്ടുപോകും. വേലക്കാരായ സഹോദരന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ മകൻ്റെ കാര്യം ഞാൻ അവനോട് ചോദിച്ചു. മരുമൻ്റെ അതെ, എൻ്റെ മരുമകൻ്റെ കാര്യം ഞാൻ മകനോട് ചോദിച്ചു. അവൻ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മകനെ, ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, നിൻ്റേത്. അവനോട് അപ്പച്ച, എന്നെ പപ്പ എന്നാണ്, പപ്പ അന്ത്യത്തോളം ഞാൻ അപ്പം അവൻ മരിക്കുമെന്നുള്ളത് ഞാൻ അവനോട് പറയുന്നില്ല. കർത്താവിനോട് പറഞ്ഞ കാര്യം ഞാൻ അവനോട് പറയുന്നില്ല. എൻ്റെ പപ്പ, ഞാൻ മരണത്തോളം അന്ത്യത്തോളം ഈ പ്രതിഷ്ഠയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു.
അപ്പോൾ ഞാൻ അവനെ നിർബന്ധിച്ചില്ല. അത് കഴിഞ്ഞ് അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ IPCയിലെ പാസ്റ്ററാണ് ജോയ്. അദ്ദേഹം ഒരു കാറുമായിട്ട് 2-3 അവരുടെ ആളുകളുമായിട്ട് വന്നു അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ എന്നെ രക്ഷിക്കുക, ഇവരെന്നെ ആശുപത്രി കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. പപ്പ, ഇവരെൻ്റെ ജ്യേഷ്ഠനാണെങ്കിലും പപ്പായോ ഞാൻ അപേക്ഷിക്കുകയാണ്, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അപ്പോൾ അവൻ്റെ തീരുമാനമാണ്, അല്ലാതെ എൻ്റെ തീരുമാനമല്ല. എന്നാൽ ഞാൻ അവനെ അത് ഫോഴ്സ് ചെയ്തില്ല. ഞാൻ എന്ത് ചെയ്തു? കർത്താവിന് വേണ്ടി. അപ്പോൾ ഒരു മരുന്നെടുക്കരുത് എന്നുള്ള തീരുമാനം അവരവർ തന്നെ ഓരോരുത്തർ എടുക്കേണ്ട തീരുമാനമാണ്. മകനാണെങ്കിലും മകളാണെങ്കിലും, ഞാൻ മകനാണെങ്കിലും മകളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഞാൻ ചോദിക്കും, മരുന്ന് വേണോ, ആശുപത്രി കൊണ്ടുപോകണോ? കാരണം അവരുടെ സമർപ്പണം നിരച്ച് ദൈവം കൃപ അവർക്ക് കൊടുത്തേ ഒക്കെയുള്ളൂ. എൻ്റെ തീരുമാനപ്രകാരം അവർ നടക്കുവാൻ കഴിയില്ല. എന്നാൽ തിരിച്ചറിവാകുന്നത് വരെ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എനിക്ക് തീരുമാനമെടുക്കാം. കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എനിക്ക് തീരുമാനമെടുക്കാം. എന്നാൽ അത് കഴിഞ്ഞ്, അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഞങ്ങൾ മരുന്നെടുക്കരുതെന്നൊരു ഉപദേശമല്ല കൊടുക്കുന്നത്. യേശു നമ്മുടെ ഡോക്ടറായിട്ടുള്ളൊരു ഉയർന്ന അനുഭവം നമ്മൾക്കുണ്ട്. അതിന് നമ്മൾക്ക് കർത്താവ് സമർപ്പണം. ഞങ്ങളുടെ കൂട്ടത്തിൽ മരുന്നെടുക്കുന്ന സഹോദരന്മാരുണ്ട്, മരുന്നെടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. അവർക്ക് ആർക്കും ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങൾ 2ാം ക്ലാസ് ആണെന്ന് അവരാരും പറയുകയില്ല. കർത്താവ് ക്രമേണ അവർക്ക് എന്ത് ചെയ്യും? കൃപ കൊടുത്തിട്ട് അവരെ എഴുന്നേൽപ്പിച്ച് നിർത്തും എന്നുള്ളതാണ്.